ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ദേ അനഘേ, ഞാനല്ലെങ്കിലേ സച്ചിയെ കാണാത്തത് കൊണ്ട് മാനസികമായി തളർന്നിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനഘ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ആർക്ക്? ചേച്ചിക്ക് വിഷമമോ? സച്ചിയേട്ടനെ കാണാത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചേച്ചിയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. പിന്നെ എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. ഇനിയൊരു പക്ഷേ സച്ചിയേട്ടനെ കാണാതായതിൻ്റെ പിന്നിൽ ചേച്ചിയാണോ എന്ന്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അനഘയെ നോക്കുകയാണ്. ദേ അനഘേ, ചുമ്മാ അനാവശ്യം പറയാൻ നിൽക്കരുത്. നീയായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇനി അർച്ചനയിലും കൂടി സംശയം ഉണ്ടാക്കണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, അതിനാരാ പറഞ്ഞത് അർച്ചനേട്ടത്തിക്ക് ചേച്ചിയെ സംശയമില്ലെന്ന്? പിന്നെ പറയത്തക്ക തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്നെന്ന് മാത്രം അല്ലേ? ചേച്ചിയും ധനുഷും കൂടി ഏട്ടത്തിയെ ആശ്വസിപ്പിക്കാൻ വന്നില്ലേ? അപ്പോഴാണ് എനിക്കും ഏട്ടത്തിക്കും ഈ കാര്യത്തിൽ സംശയം തോന്നിയത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, എന്താണെങ്കിലും ഇന്ന് മുഹൂർത്തത്തിന് മുമ്പ് തന്നെ സച്ചിയേട്ടനെ കണ്ടെത്തുമെന്നാ ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എങ്ങാനും സച്ചിയേട്ടനെ കണ്ടെത്തിയതിനു ശേഷം ചേച്ചിയുടെ പേര് പറഞ്ഞാലേ പിന്നെ ചേച്ചിക്കും ചേച്ചിയുടെ കാമുകനും ഒരുമിച്ച് ഇവിടെ നിറങ്ങാം. അതിനേക്കാൾ നല്ലത് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ കാമുകന്റെ തലയിൽ എല്ലാം കെട്ടിവെച്ചിട്ട് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനഘ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അർച്ചന പുറത്തേക്ക് പോകുന്നതാണ്. മോൾ എവിടെ പോകുന്നെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചിയേട്ടനെ കണ്ടെത്താൻ പോവുകയാണെന്ന് അർച്ചന പറയുന്നു. അതിന് മോൾക്ക് അവൻ എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ എന്താണെങ്കിലും എൻ്റെ സച്ചിയേട്ടനെ കണ്ടെത്തിയിട്ടേ ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞ് അർച്ചന പുറത്തേക്ക് ഇറങ്ങുന്നു. അതേസമയം അനഘ പിന്നാലെ ചെല്ലുകയാണ്. ഏട്ടത്തി, സച്ചിയേട്ടൻ എവിടെയാണെന്ന് പോലും ഏട്ടത്തിക്ക് അറിയില്ലല്ലോ. പിന്നെ ഏട്ടത്തി എങ്ങനെ കണ്ടെത്താനാ? എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് മോളെ, ഞാൻ അത് വെച്ച് കണ്ടെത്തിക്കോളാം. ഞാനും ഏട്ടത്തിയുടെ ഒപ്പം വരാമെന്ന് അനഘ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇവിടെയുള്ള ആരും എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നീയാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. പക്ഷേ നീ ഇവിടെ തന്നെ ഉണ്ടാകണം. സച്ചിയേട്ടനെ കണ്ടെത്തി കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നെ ആയിരിക്കും വിളിച്ചറിയിക്കാൻ പോകുന്നത്. നീ തന്നെ തിരിച്ചു വരും, സച്ചിയേട്ടനെ കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഇറങ്ങാൻ നേരം ധനുഷ് അങ്ങോട്ടേക്ക് വരികയാണ്. എന്ന് അർച്ചന ധനുഷിനോട് പറയുകയാണ്, എല്ലാത്തിലും വിജയിച്ചു എന്നുള്ള ഭാവമാണ് നിന്റെ മുഖത്തെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് മുടങ്ങാൻ അധികം സമയമില്ലെന്ന് കൂടി നീ മനസ്സിലാക്കിക്കോ. നിന്റെ മുഹൂർത്തത്തിന് മുമ്പ് തന്നെ ഞാനെൻ്റെ സച്ചിയേട്ടനുമായിട്ട് വന്ന് നിന്റെ വിവാഹം മുടക്കിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനുഷ്. തുടർന്ന് ധനുഷിൻ്റെ ദേഷ്യത്തോടെ നോക്കി അനഘയും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയെ അന്വേഷിച്ച് നടക്കുന്ന അർച്ചനയാണ്. സച്ചിയുമൊത്തുള്ള നല്ല നിമിഷങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അർച്ചന. സമയം ഗംഗയുടെ കാറ് അർച്ചനയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അർച്ചനെ, നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞ് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അർച്ചന. എന്താ അർച്ചനെ, കാര്യം പറയാൻ ഗംഗ പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന പറയുന്നു. എന്താണെങ്കിലും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും നിന്റെ ഒപ്പം വരാം. ആദ്യം നമുക്ക് സച്ചിയുടെ കാറ് കിട്ടിയ സ്ഥലത്തുനിന്ന് അന്വേഷണം തുടങ്ങാം. അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന് അർച്ചന പറയുമ്പോൾ പോലീസിന് കാണാത്തത് എന്തെങ്കിലും നമുക്ക് കണ്ടു കിട്ടിയാലോ, നമുക്ക് എന്താണെങ്കിലും പോകാമെന്ന് ഗംഗ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സച്ചിയുടെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പാർവതിയാണ്. പാർവതി സച്ചിയുടെ കാറിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ പാർവതിക്ക് പെട്ടെന്ന് ദിവ്യദൃഷ്ടി ഉണ്ടാവുകയാണ്. അർച്ചന ഇരുന്ന് കരയുന്നതും സച്ചി എവിടെയോ കെട്ടിയിട്ടിരിക്കുന്നതും പാർവതി കാണുന്നു. ഇത് കാണുന്ന പാർവതി ടെൻഷനോടെ കാറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ദൃഷ്ടി പാറുവിനെ ഉദയനൊരമ്മ കാട്ടിക്കൊടുക്കുകയാണ്. അതേസമയമാണ് ഗംഗയും അർച്ചനയും കൂടി കാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് ലോക്കാണല്ലോ, പോലീസുകാർ ലോക്ക് ചെയ്തിട്ടാ പോയെന്ന് തോന്നുന്നെന്ന് ഗംഗ പറയുമ്പോൾ പാർവതി പറയുകയാണ്, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു ഇവിടെ. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവർ രണ്ടുപേരും പാർവതിയെ അമ്പരപ്പോടെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.